ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർക്കസ് മർഗുലാവോ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് ഇന്ത്യൻ ഫുട്ബോൾ അനുഭവിക്കുന്ന പ്രതിസന്ധി, ഇന്ത്യൻ ക്ലബ്ബുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചായിരുന്നു അദ്ദേഹം ആ ലേഖനം പബ്ലിഷ് ചെയ്തിരുന്നത്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് അടച്ചു പൂട്ടാൻ ആലോചിക്കുന്നു എന്നാണ് മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാമ്പത്തികമായി വലിയ ഒരു പ്രശ്നം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം അടച്ചു പൂട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് മാർക്കസ് മർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, വരുമാനത്തിന്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, ഒട്ടുമിക്ക ഇന്ത്യൻ ക്ലബ്ബുകളും ഓടുന്നത് നഷ്ടത്തിൽ തന്നെയാണ്. ഇനി ഈ നഷ്ടം തുടരാൻ കഴിയില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ക്ലബ്ബ് അടച്ചുപൂട്ടി പോവാൻ ആലോചിക്കുന്നു എന്നുള്ള കാര്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാർക്കസ് മർഗുലാവയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ചെന്നൈയിൻ FC-യും ഇതേ സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഈ സീസണിന് ശേഷം പ്രവർത്തനം നിർത്താൻ ചെന്നൈയിൻ FC-യും ആലോചിക്കുന്നു എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FC-യും ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. കൂടാതെ മറ്റു ചില ക്ലബ്ബുകൾ കൂടി പ്രവർത്തനം നിർത്താൻ സാധ്യതയുണ്ട്. ഇന്റർ കാശി, മുഹമ്മദൻ SC, ഡയമണ്ട് ഹാർബർ FC ഇവരൊന്നും തന്നെ ഇപ്പോൾ തങ്ങളുടെ താരങ്ങൾക്ക് സാലറി നൽകുന്നില്ല. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഈ 3 ക്ലബ്ബുകളെയും ഇപ്പോൾ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 ക്ലബ്ബുകളും അടച്ചു പൂട്ടി പോവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഉടമസ്ഥരുടെ കാര്യത്തിൽ മാറ്റം സംഭവിക്കേണ്ടതുണ്ട്. ഏതായാലും ഒട്ടുമിക്ക ISL ക്ലബ്ബുകളും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നു. ഈ സീസണിന് ശേഷം പല ക്ലബ്ബുകളും പ്രവർത്തനം അവസാനിപ്പിച്ചാലും അതിൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടി വരില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ കൊണ്ടും കാണാം.